ഒരു ഇവൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് അടുത്തതൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല, ഒരു എവിടെ ചെയ്യും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു 2-3 months അപ്പം ഞാൻ വിചാരിച്ചു ഈ ബിസിനസ് കഴിഞ്ഞു. അപ്പോൾ നമ്മളായിരിക്കും 2 pound കളയണ്ടേ, ബസ്സിന് കാശെടുക്കാൻ സമയമില്ല, പറ്റാഞ്ഞിട്ട് നടന്ന് ഒരു 4 മൈലൊക്കെ പോയിട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഗ്യാതറിങ്സും പാർട്ടീസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിചാരം നമ്മൾ കൂടുതലും ഡ്രഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏജിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ കൺഫ്യൂഷൻ. പിന്നെ അത് ഞാൻ മാറ്റിവിടും. അത് നമുക്കൊരു ഈഗോ ഉണ്ടല്ലോ, ഈഗോ വലിയൊരു കാര്യമാണ് എനിക്ക്. ടിൽ ഡിസംബർ അറൗണ്ട് ഒരു 21 to 27K ഇടയിൽ ടേൺ ഓവർ വന്ന് പോയിട്ടുണ്ട്. ഈ ഇയർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഡേറ്റ് ഒരു 12 to 15K ടേൺ ഓവർ വന്ന് പോയിട്ടുണ്ട്. UK ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന് തുടക്കകാലത്ത് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പോലും സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു മലയാളി ഇന്ന് മലയാളികളടക്കം ഏകദേശം 100ഓളം ഫാമിലീസിന് ജോബും ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന UK തന്നെ വൺ ഓഫ് ദ യങ്ങസ്റ്റ് മൾട്ടി ബിസിനസ് ഓണറാണ്. യെസ്, മീറ്റ് മിസ്റ്റർ എബിൻ SM. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബോൾഡ് പ്രൊഫൈൽസ്. UK വന്നത് 2022 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ ഇന്ത്യക്കാണെങ്കിൽ കൂടെ ഞാൻ എത്തിയത് ഏകദേശം നവംബർ ആ മാസത്തോളം ഒക്കെ ആയി. നാട്ടിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസിങ് ഡൗണും പിന്നെ പെട്ടെന്ന് നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. നാട്ടിൽ മുതലേ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു? അതെ, നാട്ടിൽ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോവിഡ് പീരീഡിൽ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്ന സമയത്ത് കൊച്ചിയിൽ ഓഫീസിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു എഡ്യൂക്കേഷണൽ പോർട്ടൽ ഉണ്ടായിരുന്നു ചേട്ടന്, vidyacni.com എന്ന് പറഞ്ഞിട്ട്. അതും പിന്നെ പുള്ളിക്കാരൻ്റെ എന്നെ ഡെലോൺസ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയും കൂടെ മാനേജ് ചെയ്ത് പോകുന്നതായിരുന്നു ഫസ്റ്റ് ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക്. അപ്പോൾ നാട്ടിൽ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ എന്തുകൊണ്ട് UK പോന്നു? അത് ആ സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതായിരുന്നു. കാരണം നാട്ടിൽ നിന്നു നമ്മളൊരു ജോലിക്ക് പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആദ്യം നിന്നിരുന്നത്. പെട്ടെന്നാണ് ചേട്ടൻ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും കാര്യങ്ങളൊക്കെ വന്നതും. അപ്പോൾ പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അയ്യോ, ഇത് നിന്ന് എന്നെ കണ്ടിന്യൂ ചെയ്താൽ കുറച്ചും കൂടെ ഗ്രോത്ത് കിട്ടുമല്ലോ, മറ്റവിടെ പോയി വീണ്ടും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണമല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു UK വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫാമിലി ആണ് മെയിനായിട്ടും പറഞ്ഞത്, വേണ്ട നാട്ടിൽ നിന്നിട്ടുള്ള കളിയൊന്നും വേണ്ട, ഇവിടെ വന്ന് പഠിക്കുക, നിൻ്റെ കാര്യങ്ങൾ നോക്കുക. അതെ, അങ്ങനെ പറഞ്ഞു. ഒബ്വിയസ്ലി എനിക്കത് നല്ല ഡിസിഷൻ ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് നാട്ടിൽ നമ്മളൊരു ഹോം ലാൻഡാണ്, അവിടെ എപ്പോൾ വേണം നമുക്ക് എന്ത് വേണോ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ലൈക്ക് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞ ഒരു ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് UK പോകുന്നു പറഞ്ഞു നമ്മൾ വന്നിട്ട് ഫസ്റ്റ് എന്ത് ജോലിയാണ് ചെയ്തത്? അതായത് എക്സ്പെക്ടേഷനുള്ളൊരു ജോലി കിട്ടിയോ? ഫസ്റ്റ് ആ ഒരു ഏജിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ ആദ്യം പാർട്ട് ടൈം ഒന്നും നോക്കാണ്ട് സേവിങ്സ് കൊണ്ട് കാശായിട്ടെല്ലാം വരും നമ്മൾ. അപ്പോൾ ആ ഒരു എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്ത്, പിന്നെ ന്യൂ കാസിൽ നല്ലൊരു സിറ്റിയും കൂടെ പാർട്ടിക്കൊക്കെ, അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് കോർഡിനേറ്ററൊക്കെ ആയി അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലെ കിച്ചൺ അസിസ്റ്റൻറ്റ് ജോബാണ്. നല്ല വർക്ക് ഉണ്ടായിരുന്നു, വൈകുന്നേരങ്ങളിലായിരുന്നു. 5 to around 2 വരെ ഒക്കെ ആയിരുന്നു വർക്ക് വന്നിരുന്നത്, 2-3 വരെ. അത് കഴിഞ്ഞ് ക്ലീനിങ് ചെയ്തൊക്കെ വീടെത്തുമ്പോൾ 4 മണിയോളം. പിന്നെ കിടന്നുറങ്ങിയ പിറ്റേ ദിവസം ആ സൈക്കിൾ തന്നെയായിരുന്നു ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജിൽ പോലും പോക്കില്ലായിരുന്നു, പാർട്ട് ടൈമിലോട്ട് ഓറിയൻറ്റഡ് ആയിപ്പോവും. അതെല്ലാ സ്റ്റുഡൻസും വന്ന, കാരണം കാശ് ആവശ്യമുണ്ട്. ഓരോ ദിവസത്തെ ക്ലാസ് ആണോ കാശാണോ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഏത് മൊമെൻറ്റിലാണ് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പാർട്ട് ടൈമൊക്കെ വിട്ട് പതിയെ ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു തോന്നൽ വന്നത്? എന്തായിരുന്നു ഫസ്റ്റ് ചെയ്ത ബിസിനസ്? ഫസ്റ്റ് ചെയ്ത ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവൻസിലാണ് ഞാൻ തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെല്ലാ ഓണത്തിനും ഒരു ചുമ്മാ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ ആ ഒരു സിറ്റിയിൽ പരിസരത്തുള്ള ആൾക്കാർ വെറുതെ വാട്സപ്പിൽ കൂടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഒരു ഓണപ്പരിപാടി നടത്തും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് വരാം. ഞങ്ങളൊരു 10-20 പേര് എക്സ്പെക്ട് ചെയ്തപ്പോൾ ഒരിക്കൽ വന്നത് 200 പേരാണ്. പിന്നെ സെക്കൻഡിലും ഒരു 250 ഒക്കെ വന്നു. അപ്പോൾ ഫ്രീയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 150-300 പൗണ്ട് വെച്ചിട്ടാൽ ഒരു അത്യാവശ്യം അവർക്ക് മാനേജ് ചെയ്യാൻ ഓപ്പൺ ഗ്രൗണ്ടാണ്, ഫ്രീ ഗ്രൗണ്ടാണ്, കൗൺസിലിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം വെളിയിൽ നിന്ന് എടുത്തിട്ട് അനൗൺസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഓണപ്പരിപാടി നടത്തും. അപ്പോഴാണ് ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് ഇവൻറ്റ്സ് ചെയ്തു പറ്റൂല. പിന്നെ എനിക്ക് ആ സമയത്ത് തൊട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം. കാരണം കോൺടാക്ട്സ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? കോൺടാക്ട്സ് ആണ് ബിസിനസ്, കോൺടാക്ട്സ് നെറ്റ്വർക്കിംഗ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ബ്രോ 22ാമത്തെ വയസ്സ് UK വന്ന് 26 വയസ്സായപ്പോഴേക്കും ഈ പറഞ്ഞൊരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ബ്രോന് എപ്പോഴാണ് ഈ കംഫർട്ട് സോൺ വിട്ട് പോകണം, അല്ലെങ്കിൽ പാർട്ട് ടൈമൊക്കെ വിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യണം, ആ ഒരു
സ്ഥാനത്തിലേക്ക് എപ്പോഴാണ് വന്നത്? അതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കംഫർട്ട് സോൺ വിട്ട് ബ്രേക്ക് ആയി വരണമെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സൺഷൈൻ എല്ലാവരും ചിന്തിക്കുക അവരുടെ ചുറ്റുപാടുമാണ് കംഫർട്ട് സോൺ, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ കംഫർട്ട് സോൺ, അതൊക്കെ വിട്ട് വെളിയിൽ പോകണം, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പ്ലേസ് ആയിരിക്കും കംഫർട്ട് സോൺ, വീടായിരിക്കും കംഫർട്ട് സോൺ. ഇതൊന്നുമല്ല കംഫർട്ട് സോൺ. ഞാൻ മനസ്സിലാക്കിയെടുത്ത കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡേ നമ്മൾ എവിടെ നിന്നാണ് ഒരു ദിവസം തുടങ്ങുന്നത്, ഒരു ഡേ രാവിലെ ബെഡിൽ നിന്ന് ഉറക്കം എണീക്കുന്ന മുതലാണ് നമ്മുടെ കംഫർട്ട് സോൺ ഫസ്റ്റ് തുടങ്ങുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം 10 മണി വരെയും 11 മണി വരെ ഉറങ്ങാം. ഞാൻ ആ ഉറങ്ങുന്ന വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ദിവസം 6 മണിക്ക് എണീറ്റ് തുടങ്ങിയാൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു അന്നത്തെ ദിവസത്തെ. അല്ലാതെ കുടുംബ ബന്ധങ്ങളോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ വിടേണ്ട കാര്യമില്ല. നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പലരും അതാ വിചാരിക്കുന്നത് ഞാൻ വീടൊക്കെ വിട്ടിട്ട് വെളിയിൽ പോയി നിൽക്കണം. അങ്ങനെ അതല്ല കംഫർട്ട് സോൺ ബ്രേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്തിലാണോ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് അത് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇപ്പം ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആർക്ക് മിലാനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചറൽ ഫേമാണ്. ബേസിക്കലി ബിസ്പോക്ക് വർക്കാണ് ചെയ്യുന്നത്. ഫിറ്റഡ് മോഡുലാർ വർക്ക് എന്ന് പറയുന്ന നാട്ടിൽ വർക്കാണ് ചെയ്യുന്നത്. കിച്ചൺ വാർഡ്രോബ്സ്, ഇൻറ്റീരിയേഴ്സ്, പാനലിങ്സ്, റൂഫിംഗ്, ഈ പിന്നെ ഹോം തിയേറ്ററിൻ്റെ വർക്കുകളുണ്ട്. അതായത് അക്വസ്റ്റിക് റൂം, സൗണ്ട് പ്രൂഫിംഗ്, അങ്ങനെയൊക്കെയുള്ള ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള വർക്ക്സാണ് UK ചെയ്യുന്നത്. അപ്പോൾ അതിലായിട്ടാണ് ഫുൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബ്രോന് അതിൻ്റെ എക്സ്പീരിയൻസ് ബാക്ക് ഹോം നാട്ടിൽ വെച്ചിട്ടുണ്ട്? നാട്ടിൽ വെച്ചുണ്ട്. കാരണം എൻ്റെ കോഴ്സ് അതിലല്ല, ഞാനൊരു റിന്യൂവബിൾ എനർജിയിലെ ഒരു ആസ്പിറൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്കറിയാമെന്നുള്ളൊരു പണി ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവുക. നമുക്ക് ഒരാളുടെ മുമ്പിൽ പോയിട്ട് അത് സംസാരിക്കുമ്പോൾ നമുക്കറിയാമെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുഖത്ത് വെച്ച് സംസാരിക്കും. കാരണം എനിക്ക് ആ കോൺഫിഡൻസ് ആണ് എൻ്റെ ഒരു ധൈര്യം. കാരണം ഇത്രയും വയസ്സ് കുറവായിട്ടുള്ള ഒരാൾ നമ്മൾ ക്ലയൻസിനൊക്കെ കിട്ടുമ്പോൾ അവരെല്ലാം ഏജ്ഡ് ആയിരിക്കും. ഈ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടേ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ അവരുടെ വീടിൻ്റെ ഒരു 40K നാട്ടിലൊരു 40 ലക്ഷം രൂപ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഇവിടെ റേഞ്ച് അതൊക്കെയാണ്. ഒരു 10 to 40K ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് 2 floor ഹൗസ് ഉണ്ടെങ്കിൽ അതൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടിൻ്റെ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് ഞാൻ അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ നിന്ന് ആ വീടിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ഡിസൈനിങ് സ്റ്റാഫിന് കൊടുത്ത് ആ ഡിസൈനിങ് അവരെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ആ സമയം വരെ അവർ കൺഫ്യൂസ്ഡാണ്. എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ, നമുക്ക് അപ്പോൾ അത് കൺഫ്യൂസ്ഡ്. അപ്പോൾ അതുവരെ ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ അറിഞ്ഞൂടാത്ത കാര്യത്തിൽ നമ്മൾ കൈവച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ആർക്ക് മിലാനോ നോക്കുന്നത്. ഓക്കെ, എവിടെ UK ഫുൾ പരിപാടി ഉണ്ടോ? UK നമ്മൾ ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി സൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ റോസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് റീസെൻ്റ് ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ അവിടെ നിന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. എനിവേ 4 hours ഡ്രൈവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്തേ ചെയ്യുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ബ്രാൻഡിങ് എനിക്ക് ഈ ആർക്ക് മിലാനോ ഒരു സർട്ടൺ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മോസ്റ്റ്ലി മല്ലൂസിനല്ല ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് മല്ലൂസിന് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ വീടുകൾ മേടിക്കുന്നത് മലയാളികളാണ്. ഇപ്പോൾ മാഞ്ചസ്റ്ററൊക്കെ എടുത്ത് നോക്കിയാലും ഇപ്പോൾ റീസെൻ്റ് ഒരു പ്രോപ്പർട്ടി ഇവന്റ് വരെ നടന്നു മാഞ്ചസ്റ്ററിൽ. പറഞ്ഞ പോലെ നാട്ടിൽ കുറേ പേര് ഇവിടുത്തെ ആൾക്കാർ മലയാളീസ് ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സെറ്റിൽ ആവുന്ന ആൾക്കാരുടെ ഒരു ഇത് കാണുന്നില്ല, അവർ എത്രത്തോളം ഉണ്ടെന്ന് കാണുന്നില്ല. അതാണ് ഈ നിങ്ങളപ്പോൾ എങ്ങനെയാണ് എൻ്റെ സർവീസ്, അതായത് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ? ബ്രോ തന്നെ ചെന്ന് കണ്ട് ഞാനും ഞങ്ങൾക്കൊരു 2 സ്റ്റാഫ്സ് ഉണ്ട്. ഒരു ശുഭം ശർമ്മ എന്നിട്ടൊരു നോർത്ത് ഇന്ത്യൻ പുള്ളിയുണ്ട്. പുള്ളി ഒരു ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ്, നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളീനെ ഇവൻസിലൊക്കെ വെച്ച് കണ്ട് പരിചയമുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുണ്ട്, ഒരു 3 പേരുണ്ട്. അപ്പോൾ ഇവർ സൈറ്റ് എസ്റ്റിമേഷൻ മെഷർമെൻറ്റ് എന്നാണ് പറയുന്നത്, പ്ലാനിങ്. അപ്പം നമ്മൾ വൺസ് നമുക്ക് ലീഡ്സ് മാർക്കറ്റിങ്ങിലൂടെ കിട്ടും. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടീമുണ്ട്, അതും നോർത്ത് ഇന്ത്യൻ പിള്ളേരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബട്ട് ഇവിടെയുള്ള നോർത്ത് ഇന്ത്യയിൽ മുംബൈ കാലാണ്. കാരണം അവരെ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഹിന്ദി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കൂടെ ഇവിടെ മലയാളീസിനെ പോലെ തന്നെ പോപ്പുലേഷൻ ഉണ്ട്, ഹിന്ദിക്കാരും പിന്നെ പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഹിന്ദി മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതലും മാർക്കറ്റിംഗ് സെയിൽസ് സൈഡ് ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം ഹിന്ദി സ്പീക്കിംഗ് പീപ്പിളിനെയാണ്. ബാക്കി ഈ ഡിസൈനിങ്ങും പ്രൊഡക്ഷൻ സൈഡും ഇൻസ്റ്റാളേഷൻ സൈഡ് കൂടുതൽ വെച്ചിരിക്കുന്നത് സബ് കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. അത് കൂടുതലും ചെയ്യുന്നത് വൈറ്റ്സും പിന്നെ ഈ ടർക്കിഷ് യൂറോപ്യൻസിനൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം ബാക്കി എല്ലാം മലയാളീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെയിനാണ് ആക്ച്വലി. ഒരു 4-5 സെക്ഷനായിട്ട് ഞാൻ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടീം പോവുക, സൈറ്റിൽ പോയി എസ്റ്റിമേഷൻ എടുക്കുക, മെഷർമെൻറ്റ് എടുക്കുക, കൊണ്ടുവരിക. അപ്പോൾ റിക്വയർമെൻറ്റ്സും കൂടെ നോട്ട് ചെയ്തുകൊണ്ട് വരിക. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡിസൈനിങ് ആണ്. അതിന് ഡെഡിക്കേറ്റഡ് ആയ സ്റ്റാഫ് ഇന്ത്യയിൽ ഇവിടെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് കൂടുതലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ചീപ്പാണ് നമുക്ക്. കാരണം 2D ചെയ്യണം, 3D ചെയ്യണം. പിന്നെ പ്രൊഡക്ഷൻ കട്ടിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം നമ്മളിതൊന്നും സൈറ്റിൽ ഇപ്പോൾ ചേട്ടൻ്റെ വീട് തന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടിട്ടല്ല ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫാക്ടറീസ് ഉണ്ട്, കട്ടിങ് പ്രസ്സിങ്, എഡ്ജ് ബാൻഡിങ് എന്ന് പറഞ്ഞിട്ട് CNCൻ്റെ പ്ലൈവുഡിൻ്റെ വുഡ് വർക്ക്സിൻ്റെ ഒക്കെ ഫാക്ടറീസ് ഉണ്ട്. അത് അപ്പം കാരണം ഈ പ്ലൈവുഡിൽ ലാമിനേറ്റ് ഒട്ടിച്ചിട്ട്
ഇതിൽ എഡ്ജ് ബാൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാം പ്രോസസ്സിങ് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പീസായിട്ട് വരും, പസിൽസ് പോലെ വരും. വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്താൽ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഫിറ്റിംഗ് മാത്രമേ ഐക്കേക്ക് പോലെ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ ഫാക്ടറീസിൽ കൊടുക്കാനായിട്ട് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും കട്ടിംഗ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതും ഉൾപ്പെടെ നാട്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ചീപ്പാണ് ഇവിടത്തെക്കാളും. അപ്പോൾ അതൊരു സെക്ഷൻ. ഡിസൈനിങ് കഴിഞ്ഞാൽ പിന്നെ ക്ലയൻ്റ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. വൺസ് അവർ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം എഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഹാഫ് ഓഫ് ദ എമൗണ്ട് മേടിക്കും. അത് എൻ്റയർ കോട്ടിന് ഹാഫ് മേടിച്ചിട്ട് പിന്നെ പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ പർച്ചേസ് ഉണ്ട്. ഈ മെറ്റീരിയൽ എല്ലാം നമ്മൾ ഫാക്ടറിയിൽ ഇറക്കി കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷൻ നടക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മൾ ആക്സസറീസ് ആൻഡ് അപ്ലയൻസസ്, ടാപ്പ്, ഹിഞ്ചസ് എന്ന് പറഞ്ഞുള്ള സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം സെയിം ടൈം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യും. അതും സൈറ്റിലെത്തിക്കും. ഒരു 5 to 10 ഡേയ്സിലെ ഫാക്ടറിയിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ക്ലോസ്ഡ് വാനിൽ സൈറ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ നമ്മുടെ സ്റ്റാഫ് ലേബേഴ്സ്, ഇൻസ്റ്റാളേഷൻ ലേബേഴ്സ്, അവരുടെ ജോയിനറീസ് എന്നാണ് പറയുന്നത്, കാർപ്പൻറ്റേഴ്സ് ആൻഡ് ജോയിനേഴ്സ് എന്നാണ് പറയുന്നത്, അവർ നമ്മൾ ഓൺ സൈറ്റിലേക്ക് അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് പറയും. എന്നിട്ട് നമ്മൾ ആ സെയിം ടൈം തന്നെ ക്ലയൻറ്റിന് ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തേക്കും. കാരണം നമ്മൾ നാട്ടിലെ പോലെ അല്ല, അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോന്നെടുത്ത് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. എന്തൊക്കെയാണോ ആ ഒരു സൈറ്റിൽ അറേഞ്ച് ചെയ്യേണ്ടത് അത് അവർക്ക് തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തേക്കും. അത് അവർ അറേഞ്ച് ചെയ്ത് വെക്കുക. ബാക്കിയല്ല, കാരണം കുക്കിംഗ് ഒന്നും കുറച്ച് ദിവസത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, വഴി, കറണ്ട് ഒക്കെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. അതെല്ലാം അവർ മാറ്റി വെക്കും. സോ വൺസ് പ്രൊഡക്ഷൻ ചെയ്ത സാധനങ്ങളെല്ലാം സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു 35% മേടിക്കും. സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ ലേബേഴ്സ് ഫിനിഷിങ്ങിന് മുന്നേ ആ എമൗണ്ടിൽ നമ്മൾ ഫിനിഷിംഗ് വർക്കിൻ്റെ തൊട്ട് മുന്നേ വരെ ചെയ്യും. ഫിനിഷിങ് ചെയ്യത്തില്ല. ലാസ്റ്റ് അതൊരു 15% നമുക്ക് പെയിൻറ്റിങ് ഉണ്ടാവും. ആ 15% നമ്മൾ ഫിനിഷിങ്ങിന് പെയിൻറ്റിങ് ഇട്ടേക്കും. അത് മേടിച്ചിട്ട് ഫിനിഷിങ് വർക്കും ചെയ്യും. നാട്ടിൽ തേക്ക് പോലത്തുള്ള തടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പ്രീമിയം ക്ലയൻസ് നമുക്ക് വരുന്നുണ്ട് ഇവിടെ. അപ്പം എൻക്വയറീസ് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു വുഡ് നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വീട്ടിൽ തന്നെ ഇൻറ്റീരിയേഴ്സിൽ ചെയ്ത് കൊടുത്താൽ, പാനലിങ്സും പിന്നെ സ്റ്റെയർ കേസിൻ്റെ റെയിൽസ് ഒക്കെ കണ്ടിട്ടില്ല, അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്കത് വെയ്യബിൾ ആവുമെന്ന് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കൊരു പാർട്ട്ണർ ഉണ്ട് ആക്ച്വലി. ഞാൻ SM24 എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് കെയർ ഏജൻസി ഉണ്ട്. അപ്പോൾ ഞാൻ അതും എൻ്റെ ഒരു ഓഡിയൻസ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട ഒരാളാണ്. പിന്നെ അതിനുശേഷം അവർക്കൊരു ഫെയിം വേണമെന്നുള്ളതുകൊണ്ട്, ഒരു ബ്രാൻഡിങ് വേണമെന്നുള്ളതുകൊണ്ട് എൻ്റെ ഇവൻറ്റ്സിൽ അവർ സ്പോൺസറായിട്ട് വന്നു. അപ്പോൾ സ്പോൺസറായിട്ട് വന്നിട്ട് നമ്മുടെ ചെറിയ ന്യൂകാസിൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഓണം ഇവൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സിനൊക്കെ അവർ ഫണ്ടിങ് ചെയ്ത് അങ്ങനെ പരിചയമായിട്ട് ഞങ്ങളൊരു കോൺവെർസേഷനിലാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാക്ക് ചെയ്തതും. അപ്പോൾ ഞങ്ങളങ്ങനെ 50-50 രീതിയിലാണ് നിൽക്കുന്നത്. ഉർസു ജോസ് കുര്യൻ എന്ന് പറയും, കോട്ടയംകാരന്. ഹെൽത്ത് കെയർ ഏജൻസി ഞാനത് എൻ്റെ കമ്പനി അല്ല അത്. പക്ഷെ ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള, കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അടുത്തറിഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ കൂടി ഇവിടെ ഔട്ടർ പാർട്ടുകളുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ന്യൂകാസിലും എല്ലാ സ്ഥലത്തും ഔട്ടേഴ്സ് ഉണ്ട്. ഔട്ടേഴ്സിലോട്ട് ആൾക്കാർ പോകാൻ മടിക്കും, സ്റ്റാഫിന് കിട്ടാനും മടിക്കും. അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 3-4 സ്റ്റാഫ് ഷോർട്ടേജസ് വരും. ഇത് കവർ ചെയ്യാനാണ് ഒരു ഏജൻസീസ് നമ്മൾ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. DBS, അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ PCC പോലത്തെ DBS ചെക്ക്, പിന്നെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഷിഫ്റ്റ് കൊടുക്കും. സോ നമ്മളൊരു ഹെൽത്ത് കെയറിനെ വിടുമ്പോൾ നമ്മൾ അവിടെ റേറ്റ് കാർഡ് കൊടുക്കുന്നത് അറൌണ്ട് 17 to 16 പൗണ്ടാണ്. പക്ഷെ നമ്മളിവിടെ അത്രയും പേ ചെയ്യേണ്ടതുണ്ടോ ഒരു കാൻഡിഡേറ്റിന്? ഇല്ല. ബേസിക് പേ കൊടുത്താൽ 12.75 കൊടുത്താൽ മതി. അപ്പോൾ റിമൈനിങ് ഒരു 4 to 5 പൗണ്ട് നമുക്ക് പെർ അവറിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിക്ക്. അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു വീക്ക്ലി ഒരു 80 to 110 ഷിഫ്റ്റൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂകാസിൽ അറൗണ്ട് ഒരു 40 to 50 കെയറേഴ്സ് ഉണ്ട്, ഒരു 21 സീനിയർ കെയറേഴ്സ് ഉണ്ട്, പിന്നെ ഒരു 14 to 15 നേഴ്സസും ഉണ്ട്. നേഴ്സസിനും നല്ല സാലറിയാണ്. അതിലും മേലോട്ടാണ് ഞങ്ങൾ പേ ചെയ്യുന്നത്. അറൗണ്ട് 25.5 ഞങ്ങൾ പെർ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പേ കൊടുക്കുന്നുണ്ട് നേഴ്സസിന്. HCAക്ക് നമ്മൾ ബേസിക് പേ ആണ് കൊടുക്കുന്നത്. SCA, അത് സീനിയർ കെയർ അസിസ്റ്റൻറ്റിന് 14 പൗണ്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനിതിന് മാർക്കറ്റിംഗ് ഒത്തിരി ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പോയി സംസാരിക്കാനായിട്ട് ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടാണ്, പാർട്ട്ണറിനാണ് ഈ കമ്പനിയുള്ളത്. അപ്പം നമ്മൾ ഈ റേറ്റ് കാർഡും കൊണ്ടിട്ട് ഇങ്ങനെ കെയർ റൂമിൽ പോകും, മാനേജേഴ്സിനെ കാണും, നമ്മളങ്ങനെ പിച്ച് ചെയ്യും. അതായത് നമ്മളുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും, നമുക്ക് ഇത്രയും സ്റ്റാഫ് കാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റാഫിന് വിടുന്ന സ്ഥലങ്ങൾ റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ ഓക്കെ ഇവിടെ വിടുവാണല്ലേ, എന്നാൽ നിങ്ങൾ എടുക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു
സ്ഥിരം നമുക്ക് ഷിഫ്റ്റ്സ് ആണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 10-30 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ ഉണ്ട്, പീറ്റർ ബ്രോ ഉണ്ട്. സോ ആക്ച്വലി അവിടെയാണ് തുടങ്ങിയത്, ന്യൂ കാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്തത്. പിന്നെ മിഡിൽസ് ബ്രോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ടീ സൈഡ് യൂണിവേഴ്സിറ്റി, അതാണ് മിഡിൽസ് ബ്രോ ആൻഡ് ന്യൂ കാസിൽ. ഇങ്ങനെ 4 സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ പോയിട്ടുള്ള യൂണിവേഴ്സിറ്റി. എക്സാക്ട് ഒരു സമയം വരെ ചോദിക്കാമോ എനിക്കറിയില്ല, ബട്ട് ലൈക്ക് വിസ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് SM24 ഞങ്ങൾക്ക് വിസ ഉണ്ട്. അതിനുള്ള ബ്രദർഹുഡ് കമ്പനീസ് ഉണ്ട്, അത് സ്പോൺസർഷിപ്പ് ലൈസൻസ് ചെയ്യാനുള്ള കമ്പനീസ് ഉണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് COs ഇഷ്യൂ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ അഡ്മിൻ വർക്കും കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. കാരണം നമ്മുടെ ഒരു കമ്പനി സർക്കിളിൽ വരുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ COs പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ വിസ വെക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ഇല്ല. അത് പോവുകയും ചെയ്യരുത്, ആരും സ്കാമാണ്. കാരണം പലരും ഇങ്ങനെ പോകുന്നുണ്ട്, പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഇതുണ്ട്. എംപ്ലോയേഴ്സിനെ പറ്റി ലെജിറ്റായിട്ട് അന്വേഷിക്കുക. നമുക്കിപ്പോൾ ഇവിടെ എല്ലാം ഫെയർ ആണ്. കാരണം കമ്പനി ഹൗസിൽ കയറി കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഹിസ്റ്ററി കിട്ടും, എത്ര ഡയറക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത് എല്ലാം നോക്കും. സോ ഒരു വിസയ്ക്ക് വെക്കും മുന്നേ എംപ്ലോയറിനെ പറ്റിയിട്ടും കാര്യങ്ങളെല്ലാം നോക്കുക. എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എംപ്ലോയർ. ഇപ്പോൾ ഒരു ഏജൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ വിസ 5 കൊല്ലം നിൽക്കുമെന്ന് പറഞ്ഞാലും എംപ്ലോയറാണ് വിസ തരുന്നത്. സോ എംപ്ലോയറുടെ ഡിസിഷനാണ് നിങ്ങൾ 5 കൊല്ലം നിർത്തണോ വേണ്ടിയോ എന്നുള്ളത്. സോ എംപ്ലോയറായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, വേറെ അനാവശ്യമായിട്ടുള്ള വള്ളികളൊന്നും എടുക്കാണ്ടിരിക്കുക, എന്നാൽ വിസ സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ അതാണ്, എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എംപ്ലോയർ. സോ എംപ്ലോയറിനെ ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾ വിസ എടുത്തോ, ഒരു കുഴപ്പമില്ല. ചിലപ്പം ചില ആൾക്കാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നാലും ഡു ഇറ്റ്, ബട്ട് എംപ്ലോയറിനെ നല്ല രീതിയിൽ നോക്കുക. എംപ്ലോയർ ആരാണ്, എംപ്ലോയറുടെ ഹിസ്റ്ററി, അത് നമുക്കെല്ലാം നോക്കാൻ അറിയാമെന്നുള്ളവരാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. കമ്പനി ഹൗസ് എന്നതിൽ കയറിയിട്ട് കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടാം. ഏജൻസി ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഹോമുകളിൽ ഒരു 10 to 15 ഹോംസിൽ നമ്മൾ സ്ഥിരം സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുക. ഒരു പരിധി കഴിഞ്ഞ് ഇവർ ഡയറക്റ്റ് ഹയർ ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളടുത്ത് പറയും, ഇഫ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ തരൂ. നമുക്കപ്പം അങ്ങനെ ആൾ കൊടുക്കുന്നതിന് നമുക്കൊരു റെഫറൽ കമ്മീഷൻ ഹോമിൽ നിന്ന് തരും. ഇവിടെ റെഫറൻസ് ആക്ച്വലി റെഫറൽ കമ്മീഷൻ UK നമുക്ക് മേടിക്കാം, ലീഗലി മേടിക്കാം. റെഫറൽ കമ്മീഷൻ ലീഗലി മേടിക്കാം. അപ്പോൾ അവർ നമുക്ക് തരും. വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരും. അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു COs ആണ് കിട്ടുന്നത്. അത് നമുക്ക് അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന സ്റ്റാഫിങ് ചെയ്യുന്ന ഹോമാണ്, അവിടുത്തെ മാനേജർ തരുന്ന COs ആണ്. അത് നമുക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായി. അതിന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് ഓൾറെഡി ഹോമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, ആ സ്റ്റാഫിനെ കൊടുക്കുന്നതുകൊണ്ട്. കാൻഡിഡേറ്റിന് പൈസ മേടിക്കേണ്ട ആവശ്യം, കാൻഡിഡേറ്റിൽ നിന്ന് കാശൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അത് എംപ്ലോയർ സൈഡ് എന്തെങ്കിലും മേടിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യാനും പോകത്തില്ല. അത് എംപ്ലോയറും കാൻഡിഡേറ്റും തമ്മിൽ അവർ സംസാരിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ എടുക്കണ്ട. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ഫ്രീ COs കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രം ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മലയാളീസാണ്. എൻ്റെ പരിചയത്തിലൊരു കാൻഡിഡേറ്റ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്നാ റിസൾട്ട് ആയെന്ന്, പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ എന്തിനും നമ്മളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക ഇവിടെ, അല്ലാതെ നമുക്ക് ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരത്തില്ല. അപ്പോൾ റീച്ച് ഔട്ട് ചെയ്യണതിന് ഒരു മടിയും കാണിക്കരുത്. ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യുക, സംസാരിക്കുക, കമ്മ്യൂണിറ്റീസിൽ പോവുക, ആക്റ്റീവായിട്ട് നിങ്ങളുടെ സിറ്റി, നിങ്ങളൊരു സിറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റിയിൽ ഒരു അസോസിയേഷനോ കാര്യങ്ങളോ ചർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും പോകാൻ നോക്കുക. അപ്പോൾ അവിടെയൊക്കെയാണ് ഗ്യാതറിങ്സ് ഉള്ളത്. നെറ്റ്വർക്ക് ചെയ്യണത് മാഞ്ചസ്റ്ററിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 10 മലയാളി അസോസിയേഷനെങ്കിലും മാഞ്ചസ്റ്റർ ബേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓണപ്പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ്, ഞാനൊക്കെ വന്ന ടൈമിൽ ആദ്യത്തെ കുറേ നാളൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ആയിരുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജോബില്ല, അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു അസോസിയേഷനിൽ പോയി അപ്പോഴേക്കും ജോബൊക്കെ ആയി. അസോസിയേഷൻ എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേക്കൻസി, ഇവിടെ വേക്കൻസി, അവിടെ വിസ കൊടുക്കുന്നു, ഇവിടെ വിസ കൊടുക്കുന്നത്, മൊത്തം മലയാളികളാണ്. ഇവരൊക്കെ ഭൂരിഭാഗം ചിലപ്പോൾ കെയർ ഹോമിലോ NHSലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കമ്പനികളിൽ വേക്കൻസി വരുമ്പോൾ റെഫറൻസ് വഴിയും ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞ ഒരു അസോസിയേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ 10 പേരിൽ ആർക്കാ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആർക്കാ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കുക. ഒന്നും ഫോഴ്സ് ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ഇവൻറ്റ്സ് ഒക്കെ തുടങ്ങിയ സമയത്ത്, ഞാൻ ഒരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ എങ്ങനെ പോയാലും റഫ്ലി 10,000 pounds എബോവ് ആയിരുന്നു എനിക്ക് എസ്റ്റിമേറ്റ് വന്നത്, എനിക്ക് എൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഒരിക്കലും എന്നെ കൊണ്ട് അപ്പോൾ എൻ്റെ സേവിങ്സ് ചെയ്യുന്നോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും 10,000, ഞാനൊരു സിംഗിൾ പേരൻ്റ് ആണ്, എൻ്റെ അമ്മ ആണ് നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എനിക്ക് നാട്ടിൽ നിന്നാലും പെട്ടെന്ന് സോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ റീച്ച് ഔട്ട് ചെയ്തു. അപ്പം ആദ്യം റീച്ച് ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം നോ ആ കിട്ടി. ഞാൻ അവിടുത്തെ മെയിൻ ബിസിനസ് ആൾക്കാരെ എല്ലാം ഒരു എക്സൽ ഷീറ്റാക്കി. എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട് എക്സൽ ഷീറ്റ്. എന്നിട്ട് സിമിലർ ഇവൻറ്റ്സ് മാഞ്ചസ്റ്റർ, ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ കാംബ്രിഡ്ജ്, ലണ്ടനൊക്കെ ചെയ്തിട്ടുള്ള സിമിലർ ഇവൻറ്റ്സിന് ആരൊക്കെയാണ് സ്പോൺസേഴ്സ് ചെയ്തതെന്ന് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ അതിനൊരു എക്സൽ ഷീറ്റാക്കി.
കുറേ മോർഗേജസ് കമ്പനീസ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, ബൊട്ടീക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൻ്റെ എല്ലാ നമ്പേഴ്സ് സൈഡിൽ ഞാൻ എടുത്തിങ്ങനെ എഴുതി വെച്ചു. പിന്നെ എൻ്റെ സ്ഥലത്ത് നടത്തും. അപ്പോൾ എൻ്റെ സ്ഥലത്തുള്ള മെയിൻ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആർക്കൊക്കെയാണോ ഇത് ആവശ്യമെന്ന് എനിക്ക് തോന്നിയത് അവരുടെയൊക്കെ നമ്പേഴ്സ് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ റീച്ച് ഔട്ട് ചെയ്യില്ല. ഇവരൊക്കെ ഇരുന്ന് ഫോൺ വിളിക്കുന്നു. ഒരു 40 കോളിൽ ചിലപ്പോൾ എനിക്കൊരു 10 കോള് ചിലപ്പം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടാവും. എനിവേ ഞാൻ പറയട്ടെ, എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തടുത്ത് നിന്നൊക്കെയാണ് ചിലപ്പോൾ വരുന്നത്. എനിക്ക് അങ്ങനെ വന്ന് ഞാൻ എല്ലാം കൂടെ ഒരു 5.5K, ഞാൻ ആ 10,000 pounds എബോവിൽ ഞാനൊരു 5.5K എബോവ്, 5K അപ് ടു ഒരു 6.65K വരെ ഞാൻ സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നു. കാരണം ആദ്യം ഞാൻ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ അവർ നോ പറയുന്ന 25-26 വയസ്സ്, എനിക്ക് ആ സമയത്ത് 25 വയസ്സാണ്. 25 വയസ്സുള്ള സമയത്ത് പറഞ്ഞു ഈ ചെക്കൻ ഇത്രയും കാശ് മുടക്കി നാട്ടിൽ നിന്ന് ഒരാൾക്ക് വിസയം കൊടുത്തിട്ട് ഇവിടെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നു. ആ രീതിയായി. പക്ഷെ അവർക്ക് അറിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ്റെ പറയുകയാണെന്ന് അവരറിഞ്ഞു. സോ ആദ്യം എനിക്ക് ജസ്റ്റ് ഒന്ന് അവരെ അറിയിക്കണ്ടേ. ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ദം നോ ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം ദം. അപ്പോൾ അത്രയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഞാൻ പതിയെ അങ്ങനെ ഒരു പരിപാടി ലോക്ക് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തു. ഞാൻ ഗ്രൂപ്പുകളിലും ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ ഞാൻ പബ്ലിഷ് ചെയ്ത് ഷെയർ ചെയ്തു. അവരുടെ ഞാൻ ഈ പറഞ്ഞ ആരാണോ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളെ ടാഗ് ചെയ്തു, മെൻഷൻ ചെയ്തു. അപ്പോൾ ഇവർ ഓക്കെ, നല്ല പ്രൊമോഷനാണ് പോകുന്നത്. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഞാൻ ബിൽഡ് ചെയ്തു ആ സമയത്ത്. സോ ആ പരിപാടിക്ക് വേണ്ടി മേലത്തെ 40+ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് ന്യൂ കാസിൽ നിന്ന് വീഡിയോസ് ചെയ്തു തന്നു. ഓക്കെ, അപ്പോൾ ഇവർ നോക്കിയപ്പോൾ വലിയൊരു മാർക്കറ്റിംഗ് ഇതിൽ കറങ്ങുന്നുണ്ട്. പിന്നെ അടുത്ത് അവർ ഇങ്ങോട്ട് കോൾ ചെയ്തു. ഇത് അന്ന് നീ പറഞ്ഞില്ലേ കാര്യം, അതിനായി സ്പോൺസേഴ്സ് ഫൈനലൈസ് ചെയ്യാൻ ഇല്ല കേട്ടോ, ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഇല്ല കേട്ടോ നമുക്ക് സ്ലോട്ട്, ഞാനിപ്പോൾ സ്ലോട്ട് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോട്ട് തരാം, ഇത്ര രൂപ ഒരു സ്ലോട്ട്. അപ്പം അതല്ലെങ്കിൽ പിന്നെ മെയിൻ ടൈറ്റിൽ സ്പോൺസർ ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ടൈറ്റിൽ സ്പോൺസർ തന്നെ ആയേക്കാം. പക്ഷേ എൻ്റെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി, പുള്ളി എങ്ങനെ ഒന്ന് ചിറ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ ആയിക്കോട്ടെ, കാര്യം പിന്നെ എനിക്ക് നേരത്തെ ഫുഡ് ലാഭമില്ല പുള്ളിക്കാരൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പിന്നെ സ്ട്രൈറ്റ് ഫണ്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ 10,000 രൂപ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നപ്പോൾ സ്റ്റക്കായി നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഷോസ് ഒന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റൂലായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇറങ്ങി എന്നുള്ള രീതി കാണിച്ചപ്പോൾ ബാക്കിയുള്ളവർ ഓക്കെ ഇവൻ എന്തായാലും ചെയ്യുമെന്ന് മനസ്സിലായി. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ സഹകരിക്കാൻ ഇഷ്ടം പ്രായം കുറഞ്ഞ ആൾക്കാരോടെ. കാരണം അവരുടെ വിചാരം നമ്മൾ ഭയങ്കര ഫ്ലെക്സിങ്ങാണ്, പറഞ്ഞാൽ കേൾക്കും. പിന്നെ ഫ്ലെക്സിങ് കുറേയൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നമ്മൾ പിന്നെ ഫിൽട്ടർ ചെയ്യും, നമുക്ക് ബുദ്ധിയുണ്ട്. അപ്പം ഫിൽട്ടർ ചെയ്യും. അപ്പോൾ അവർ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും, എൻകറേജ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ആ സപ്പോർട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാരണം ആദ്യം ഡൗട്ടായിട്ടുള്ള നിന്ന ആൾക്കാരായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സോ ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഭാവിയിലുള്ള വെഞ്ചേഴ്സ്, ആർക്ക് മിലാനൊക്കെ എപ്പോഴും ഒരു ഇൻറ്റീരിയർ ഒരു സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു 40-45 ഏജ് ഒക്കെ ഏജിലായിട്ടുള്ള ആൾക്കാർ ബോറിംഗ് ജോബ് എന്നുള്ള രീതിയിലുള്ള കാണുന്നത്. അതെ, യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി ഒരു ഈവൻസ് ഒക്കെ ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് നിൽക്കുമ്പോൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാണുള്ളൂ, പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യില്ല. വർക്കും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും. പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻറ്റ്സ് ഒക്കെ പറഞ്ഞാൽ ഒരു 3 മാസം 2 മാസം കൂടുതൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ. മന്ത്ലി ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ എഫേർട്ട് ഇടണം, പല കളി ചെയ്യണം, അതിനൊക്കെ നല്ലത്. അപ്പോൾ എനിക്കൊരു റിയൽ ക്യാഷ് ഫ്ലോ വേണം. അതായത് ഒരു മനസ്സിലായി, അതാണ് ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലോട്ട് കൂടുതൽ പോയത്. ഇനിയും കോൺസെപ്റ്റ്സ് ഉണ്ട് ഭാവിയിൽ ഈ ഒരു ഇയർ എന്തെങ്കിലും പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. കാരണം ടീം വലുതാവുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പാർട്ട്നേഴ്സായി, ഇപ്പോൾ അന്ന് എല്ലാം ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്, പാർട്ട്നേഴ്സായി. അപ്പോൾ അവർക്കൊരു ടീമുണ്ട്, ടീം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുക ബാക്കിൽ. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇവർക്ക് ജോലിയും കൊടുക്കുക. നമ്മൾ ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവർ ഇത് ചെയ്യണ ആ ഒരു സംഭവം നമ്മൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ബ്രോക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കമ്പാരിറ്റീവ്ലി ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ, നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണെന്നറിയോ ഇവിടെയുള്ള വൈറ്റ്സ്. നല്ല രീതിയിൽ വെൽക്കമാണ് ഇന്ത്യൻസ്. കാരണം ഇവിടെ ഈ കമ്മ്യൂണിറ്റിൻ്റെ കൂടെ നമ്മൾ ജെല്ലായി കഴിഞ്ഞു, ഓൾറെഡി ജെല്ലായി കഴിഞ്ഞു. അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കാണുന്നതുകൊണ്ട് ഇവർക്ക് അക്സെപ്റ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ് ഇപ്പം ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും വരുന്നത് ഇവരൊക്കെയാണ്. പക്ഷെ നമ്മളവിടെ എത്ര ഒരു ബംഗാളി റെസ്റ്റോറൻറ്റ് തുടങ്ങി എത്ര മലയാളീസ് പോയിട്ട് അവിടെ കഴിക്കും. ഫംഗ്ഷൻസിലൊക്കെ അവർ വന്ന് പാർട്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ നടത്തിയ ഓണത്തിന് ടഗ് ഓഫ് വാർ നടത്തിയായിരുന്നു. എൻ്റെ ഒരു ടീം വൈറ്റ്സ് ആയിരുന്നു, വീഡിയോ എടുപ്പുണ്ട് ഇപ്പോഴും. ഒരു ടീം വൈറ്റ്സ് ആയിരുന്നു, ഒരു ടീം മല്ലു വേഴ്സസ് വൈറ്റ്സ് അങ്ങനെയായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ റേസിസം എന്ന് പറയുമ്പോൾ ആദ്യം സെൽഫ് വാല്യുവേറ്റ്
വെയിറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. അതിനേക്കാളും ഫാർ ബെറ്ററാണ് ഇവിടെ. ഇപ്പോൾ ഇവൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് അടുത്തതൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഐഡിയ കിട്ടുന്നില്ല, ഒരു എവിടെ ചെയ്യും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു 2-3 months ഇപ്പം ഞാൻ വിചാരിച്ചു ഈ ബിസിനസ് കഴിഞ്ഞു, ഇനി പറ്റത്തില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് പഠിച്ച് കാര്യങ്ങളൊക്കെ നോക്കാം, അങ്ങനെയുള്ള ഇതായി. അങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൾ ഇങ്ങനെ വരും എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു കോൾ വരും. അപ്പോൾ ഇങ്ങനെ നമുക്കിതിങ്ങനെ ചെയ്താലോ എന്നുള്ള ആരെങ്കിലും വരും, എൻക്വയറി വരും. ഞാനിത് അങ്ങനെ ചെയ്യാം, എൻ്റെ ഒരു പാർട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു പാർട്ട് അവരങ്ങ് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ടൈം ഇത് കൊടുക്കേണ്ട ഡെഡിക്കേഷൻ ആയിരിക്കും, ചിലപ്പം മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ഈ മീഡിയ വർക്ക്സ് എന്നാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം ഇത് ഒരാളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പക്ഷേ അപ്പം അങ്ങനെ എനിക്ക് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റക്കായി നിന്നിട്ടുള്ള സമയങ്ങളുണ്ട്. പിന്നെ കഴിവതും ഞാൻ ലോസിലേക്ക് അങ്ങനെ കൊണ്ടെത്തിക്കാറില്ല. എല്ലാ നാട്ടിലും ചെന്നാലും ഉണ്ടാവും. ഇപ്പോൾ മലയാളികളെ വിശ്വസിക്കരുത്, അവർ ചതിക്കും, അവർ പണി തരും, പാര പണിയും, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എൻ്റെ കരിയറിലോ ജോലിയോ ഉണ്ട്? അത് ഒബിയസ്ലി അത് ഇവൻറ്റ്സിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ ചോദ്യം പെടുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവൻറ്റ്സും ഇങ്ങനെ ഗ്യാതറിങ്സും പാർട്ടീസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിചാരം നമ്മൾ കൂടുതലും ഡ്രഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വളരെ തെറ്റാണ്, മനസ്സിലായോ? നമ്മൾ ആ ഒരു ഗ്യാതറിങ്സിൻ്റെ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലഹരി എന്ന് പറഞ്ഞാൽ. ആൾക്കാർ വരുന്നു, നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ, അവർ എൻജോയ് ചെയ്യുന്നു, അവർ പോകുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇവൻറ്റ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആൾക്കാർക്ക് ഇവൻറ്റ്സ് പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു ജഡ്ജ്മെൻറ്റലായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടെ അവർ നോക്കുമ്പോൾ ഇവിടുത്തെ ക്ലബ്ബിങ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ, കാരണം നാട്ടിലെ കൊച്ചിയിലൊക്കെ ക്ലബ്ബിങ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊന്നാമത്തെ ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഏജിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ കൺഫ്യൂഷൻ, പിന്നെ അത് ഞാൻ മാറ്റി കൊടുക്കും. അത് നമുക്കൊരു ഈഗോ ഉണ്ടല്ലോ, ഈഗോ വലിയൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഓവറായിട്ട് നമ്മളെ അടിച്ചേക്കിയാൽ പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യാണ്ട് പിന്നെ നമുക്ക് അടുത്ത ഉറക്കം കിട്ടില്ല. അതാണ് ഈഗോ വലിയൊരു വിഷയമാണ്. സക്സസിന്റെ പറഞ്ഞൊരു ഈഗോ ആയിരിക്കും. ഈഗോ കാരണം ആരെങ്കിലും ഒന്ന് ഏജ് എല്ലാം പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. ബസ്സിന് കാശ് എടുക്കാൻ സമയമില്ല, പറ്റാഞ്ഞിട്ട് നടന്ന് ഒരു 4 മൈലൊക്കെ പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും 2 pound കളയണ്ടേ, 2 pound കളയണ്ടേ എന്ന് വെച്ചിട്ട് നമ്മൾ നടന്നു പോയിട്ടുള്ള സമയമാണ്. നാട്ടിലെ വന്ന സമയത്തൊക്കെ നാട്ടിലെ 10-20 രൂപയായി. അപ്പം നമുക്കൊന്നൊരു ഇതില്ല, ഇവിടെ ഒരു വണ്ടിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇതില്ല. ഇപ്പോൾ തന്നെ ലൈസൻസ് ഇല്ലാണ്ട് 3 കാറായി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗ്രോത്ത് കാണുമ്പോൾ ഹാപ്പി. അപ്പം ഞാൻ ചിന്തിക്കും ഒരു കണക്കിന് ഡിസിഷൻസ് ഒക്കെ നൈസാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, മിക്ക ആൾക്കാർക്കും ഒരു ഓഫീസ് സ്പേസ് ചെയ്ത് തുടങ്ങി ഇത്ര രൂപയാണ്, ഒരു ഇത്ര ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന ഓഫീസിലായിരുന്നു, ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെയാണ്. ബ്രോനെ എങ്ങനെയാണ് തുടങ്ങിയാൽ ഇപ്പം എവിടെയാണ് എത്തി നിൽക്കുന്നത്? എൻ്റെ വീട്ടിൻ്റെ ലിവിങ് റൂമായിരുന്നു. ലിവിങ് റൂമിൽ TV ഒക്കെ വെക്കുന്നതിൻ്റെ താഴെ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ ഒരു ലാപ്ടോപ്പ്, ഒരു ഡയറി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. ഇപ്പോഴും ഒരു 3 ഡയറി കീപ്പപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. ടിൽ ഡിസംബർ അറൗണ്ട് ഒരു 21 to 27K ഇടയിൽ ടേൺ ഓവർ വന്ന് പോയിട്ടുണ്ട്. ഈ ഇയർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഡേറ്റ് ഒരു 12 to 15K ടേൺ ഓവർ വന്ന് പോയിട്ടുണ്ട്. കാരണം ഈ ഇയർ ഞാൻ ഇവൻറ്റ്സ് ചെയ്യുന്ന കുറവായിരുന്നു. കാരണം ആർക്ക് മിലാനോയിലാണ് നിൽക്കുന്നത്, ഒരു ഇവൻറ്റ്സ് ചെയ്തിട്ടുള്ള ആർക്ക് മിലാനാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സൈഡ് ബിസിനസ് എല്ലാം കൂടെ ഒക്കെ ആയിട്ട് 15K ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ സൈലൻ്റായിട്ട് നിൽക്കുന്നത് ഇപ്പം വരാൻ പോകുന്ന പ്രൊജക്ട്സിൻ്റെ സ്കെയിലിങ്ങിലാണ് ഇപ്പോൾ. അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് നേരത്തെ കിട്ടിയതിനേക്കാളും ഒരു 2-3 times ഗെയിൻ നമ്മൾ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കിംജി മീഡിയ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങി, നമ്മൾ അത്രയും ബ്രാൻഡിങ്ങിൽ കൊണ്ടുവന്നു, എത്തിച്ചു, ആൾക്കാർക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, നമ്മളൊരു ട്രസ്റ്റ് വർത്തിയായി. കുറേ ഫണ്ടിങ്സ്, സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നു, എല്ലാം ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് കഴിഞ്ഞ പരിപാടിക്കൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പറഞ്ഞു, ഇനി പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇനി അടുത്ത ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾ ചെയ്തിട്ട് ഇനി വേറെ, അങ്ങനെ ഒരു സ്പോൺസേഴ്സ് ഇപ്പോൾ നിൽപ്പുണ്ട് ക്യൂവിൽ വരെ. അപ്പോൾ ആ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്ക് മിലാനോ ഞാൻ ലോഞ്ച് ചെയ്ത ശേഷം ഞാൻ ഇപ്പോഴും പ്രോപ്പറായിട്ട് മെറ്റ ആൻഡ് ഗൂഗിൾ ആഡും ഞാൻ തുടങ്ങിയിട്ടില്ല. വെബ്സൈറ്റ് ഓൾമോസ്റ്റ് 80 to 90% ഡൺ ആയിട്ടേ ഉള്ളൂ. ഇതുവരെ കിട്ടുന്ന ലീഡ്സും കാര്യങ്ങളെല്ലാം റെഫറൻസാണ്, വിശ്വസിക്കാൻ പറ്റും. ആകെ 5 സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇടുന്നുണ്ട്, ഇന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതാണ് നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ അത് കാരണം വെച്ചാൽ ഞാൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ
ഇങ്ങനെ ഒരു ചേച്ചി അയച്ചു തന്നതാണ്, ഇങ്ങനെ ഒരു കമ്പനി നിങ്ങൾ റേറ്റ് എടുത്ത് നോക്കുന്ന അയച്ചു തന്നതാണെന്ന് പറയുന്നത്. അതാണ് റെഫറൻസും പേഴ്സണൽ ബ്രാൻഡിങ്. ഇപ്പം എന്നെക്കൊണ്ട് ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ആ ചേച്ചി ആ പുള്ളി ക്ലയൻറ്റിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല ഈ കമ്പനി. UK ഇപ്പോൾ പണ്ടത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ടിലേക്ക് ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ PSW പകുതിയായി NDRI. ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങി. ഇവിടെ ഇനിയിപ്പോൾ ബിസിനസ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഡൗട്ടായിട്ട് മടിയായിട്ടൊക്കെ നിൽക്കണവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഷോർട്ടായിട്ട് ഒരു അഡ്വൈസ് എന്താ? കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസ കിട്ടും, ഇല്ലയോ? കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കിട്ടും. അതായത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക, മണി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഒരു 10K അല്ലെങ്കിൽ 15K വലിയൊരു എമൗണ്ട് ആയിട്ടൊക്കെ നമുക്ക് വിചാരിക്കും. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട്സ് വരും. നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓഫേഴ്സ് തരും. എൻ്റെ കമ്പനിയുടെ പാർട്ടാവുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു, ഞാൻ നിനക്ക് COS തരാം നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. പിന്നെ അത് മാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ജനറേറ്റ് ആയി വരും, നിങ്ങൾക്ക് റോൾ ചെയ്യാനുള്ള എമൗണ്ട് ജനറേറ്റ് ആയി വരും. നിങ്ങൾക്ക് ആ സമയത്ത് ഒരു വിസ എന്നൊക്കെ പറഞ്ഞാൽ ഈസി പീസി കാര്യമായിരിക്കും. നിങ്ങൾ അപ്പോൾ ആ സമയത്ത് കൺസേൺ വിസ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ വർക്ക്ഔട്ട് ചെയ്യുക, ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള വിസയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഫ്രീലാൻസിങ് തുടങ്ങിയത്. ഞാൻ ബിസിനസ് തുടങ്ങി 1 ഇയർ വരെ ഞാൻ പാർട്ട് ടൈം ബിസിനസ്സും കൂടെ കൊണ്ടുപോയ ഒരാളാണ്. അല്ലാതെ ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളല്ല. ഞാൻ പാർട്ട് ടൈം ബിസിനസ് ഇവിടെ കൊണ്ടുപോയിട്ട് 1 ഇയർ, ഞാൻ കഴിഞ്ഞ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഈ ഫെബ്രുവരിയിലാണ് എനിക്ക് ഫുള്ളി പാർട്ട് ടൈം വിട്ട് മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ മേക്ക് ഷുവർ ചെയ്ത് എന്താ, പാർട്ട് ടൈമിൽ എനിക്കൊരു വീക്കിലി 400 pounds കിട്ടും. എനിക്ക് അതിനും കൂടുതൽ കിട്ടുന്നുണ്ടോ ഇപ്പോഴൊന്ന് നോക്കും. കിട്ടിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തി മാത്രം, അല്ലെങ്കിൽ ഒരു മന്ത്ലി നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു മന്ത്ലി ടാർഗറ്റ് എനിക്ക് എങ്ങനെ പോയാലും ആ മാസം അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ മേൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ആഴ്ചയിൽ പറഞ്ഞ 5 ദിവസം പോയി ചെയ്യണേക്കാളും ഇഷ്ടമുള്ള ജോലി ആഴ്ചയിൽ 7 ദിവസം ചെയ്തിട്ട് കിട്ടണ ഒരു എമൗണ്ടിനകത്ത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും സർവീസ് സെക്ടറിൽ നല്ല ഐഡിയാസ് UK ഏതെങ്കിലും യങ്സ്റ്റേഴ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോഴും വെൽക്കമിങ് ആണ്. നമുക്കത് ഫണ്ട് ചെയ്യാൻ ഫണ്ടേഴ്സ് ഉണ്ട്, ഹാൻഡേഴ്സ് ഉണ്ട്, സോളിസിറ്റർ ഗ്രൂപ്പ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ടീംസ് ഉണ്ട്, നമുക്ക് മാൻ പവേഴ്സ് ഉണ്ട്, സ്റ്റാഫ്സ് ഉണ്ട്, CSCS കാർഡുള്ള ഇപ്പോൾ ലേബേഴ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ CSCS കാർഡുള്ള റൈറ്റ് ടു വർക്ക് ഒക്കെ ഉള്ള സ്റ്റാഫ്സ് ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, ഹാർഡ്വെയർ ജോബൊക്കെ ആണെങ്കിൽ അതിനുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എന്ത് സർവീസ് സെക്ടറിലാണെങ്കിലും നമ്മൾ വെൽക്കമിങ്. അതേപോലെ നിങ്ങൾക്ക് ഉള്ള കുറേ ടീംസ് ഉണ്ടാകും. ഇപ്പം ഒരു ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഫുഡ് ക്യൂസീൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. യൂണിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ബിസിനസ് ഐഡിയ കൊള്ളാക്കരുത്. ഇപ്പോൾ കുറച്ച് കോമൺ ആണെങ്കിൽ കൂടെ ആ കോമൺ ആയിട്ടുള്ള കാര്യം എങ്ങനെ യൂണിക്കായിട്ട് ചെയ്യാൻ പറ്റും നോക്കുക. ആൾക്കാർക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് ചിന്തയുണ്ട് ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു ബിസിനസ് അവർ ചെയ്യണമെന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊറിയൻ ക്യൂസീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഹോട്ട് പോട്ട് എന്ന് അവിടെ കിംചി എന്ന് പറഞ്ഞൊരു സാധനം അറിയും. അതൊരു ഫെർമെൻറ്റേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ അതൊരു ഫുഡാണ്, കൊറിയൻ ക്യൂസീനാണ്. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ എനിക്കൊരു മീഡിയയ്ക്ക് പേരിടണം. അപ്പോൾ എല്ലാ ജാങ്കോ സ്പേസ് മാംഗോ മീഡിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോട്ട് പോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ബേസ് എല്ലാം സെറ്റ് ചെയ്തു, ഇങ്ങനെ റൈസ് കേക്ക് വെച്ചു, മഷ്റൂംസ് ഒക്കെ വെച്ച് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് വെക്കുമ്പോഴും ഇങ്ങനെ പേരിങ്ങനെ മനസ്സിൽ വെക്കുക. ഓക്കെ, മഷ്റൂം മീഡിയ കൊള്ളത്തില്ല, എങ്ങനെ മീഡിയ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പെട്ടെന്ന് കിംചി മീഡിയ എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ. പിന്നെ ഞാൻ അടുത്ത് ചിന്തിക്കാൻ നിൽക്കുന്നത് എനിക്ക് ഓക്കെ, ഞാൻ അങ്ങ് ഇട്ടു. പക്ഷേ എൻ്റെ അടുത്ത് ഒരു പുള്ളി എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ പുള്ളീനെ ഫോണിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ ആ കിംചി മീഡിയ പേര് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ പേര് കേട്ടപ്പോഴേ നിന്നെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്താ നീ ആ പേരിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നുമില്ല, എനിക്ക് ഭയങ്കര കൊച്ചു പിള്ളേർക്കും ആ പേര് പറയാൻ പറ്റണം, വെറൈറ്റി ആയിരിക്കണം, പിന്നെ പറയാൻ ഭയങ്കര ഈസി ആയിരിക്കണം, ഇങ്ങനെ വളരെ ഷോർട്ട് ആയിരിക്കണം, ഒരു മീഡിയ ആയിട്ട് ഒരു പ്രാസം വേണം, കിംചി മീഡിയ ചെയ്യണോ അമ്മേമി. സോ അങ്ങനെ ഒരു ഇത് വേണം. അപ്പം അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കൊള്ളാട്ടോ, അതാണ് നിൻ്റെ ഒരു ആ പേരിട്ടതാണ് വൺ ഓഫ് ദ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു.